നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പുതിയ ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 26, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. ഇന്ന് എത്ര പേർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം വൈകുന്നു? എന്തുകൊണ്ട് മറ്റുള്ളവർ മുന്നേറുമ്പോൾ ഞാൻ പിന്നിൽ? ദൈവം എന്നെ മറന്നോ? എൻ്റെ സമയം ഒരിക്കലും വരുമോ? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, വൈകിയാലും എൻ്റെ അനുഗ്രഹം നിശ്ചയം. ഞാൻ നിന്നെ ഉയർത്തും, ശരിയായ സമയത്തുയർത്തും. സഭാപ്രസംഗി 3:11 പറയുന്നു, അവൻ സകലവും അതത് സമയത്ത് മനോഹരമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വൈകിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ സമയക്രമത്തിൽ മനോഹരമാകും. ഇന്നീ സന്ദേശം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, വൈകം നിരാകരണമല്ല, വൈകിപ്പ് തയ്യാറെടുപ്പാണ്. ദൈവം നിങ്ങളെ ഉയർത്തുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാലത്തിൻ്റെ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. നിരാശയോടെ, കാത്തിരിപ്പോടെ, ചിലപ്പോൾ അസഹിഷ്ണുതയോടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വൈകിയെന്ന് തോന്നുന്നു. ജോലി വൈകുന്നു, വിവാഹം വൈകുന്നു, സാമ്പത്തിക അനുഗ്രഹം വൈകുന്നു, ശുശ്രൂഷയിലെ ഉയർച്ച വൈകുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ സമയം തികഞ്ഞതാണ്. ഞങ്ങളെ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ശക്തിപ്പെടുത്തണമേ. നമ്മുടെ വിശ്വാസം പുതുക്കണമേ. നമ്മുടെ പ്രതീക്ഷ ജീവനോടെ വൈകുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദാനം നൽകിയാലും പലപ്പോഴും ഉടൻ പൂർത്തിയാകുന്നില്ല. കാരണം വൈകിപ്പിക്കുന്ന ദൈവമല്ല, തയ്യാറാക്കുന്ന ദൈവമാണ്. 1. ദൈവം നമ്മെ തയ്യാറാക്കുന്നു. ബൈബിളിലെ ഒരു വലിയ ഉദാഹരണം യോസേപ്പ്. സ്വപ്നം കണ്ടു, സഹോദരന്മാർ അവനെ വിറ്റു, അടിമയായി, ജയിൽവാസം. 13 വർഷം വൈകി. എന്നാൽ ഒടുവിൽ ഈജിപ്തിൻ്റെ പ്രധാനാധികാരി. വൈകൽ ശിക്ഷയായിരുന്നില്ല, പരിശീലനമായിരുന്നു. 2. വൈകിപ്പ് വിശ്വാസം പരിശോധിക്കുന്നു. അബ്രഹാം. ദൈവം വാഗ്ദാനം നൽകി, സന്താനമുണ്ടാകും. 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? വിശ്വാസം ഉറപ്പിക്കാൻ. 3. വൈകിപ്പ് അഹങ്കാരം തകർക്കുന്നു. ദാവീദ് രാജാവായി അഭിഷേകം ലഭിച്ചു. എന്നാൽ ഉടൻ രാജാവായില്ല. ആദ്യം മരുഭൂമി, പിന്നീട് പിന്തുടർച്ച, അവസാനം സിംഹാസനം. ദൈവമാദ്യം സ്വഭാവം രൂപപ്പെടുത്തുന്നു, പിന്നെ സ്ഥാനമരുളുന്നു. ജീവിതത്തിലെ വൈകിപ്പുകൾ: ജോലി ലഭിക്കാതെ കാത്തിരിപ്പ്, വിവാഹം വൈകുന്നത്, വിദേശ അവസരം നീളുന്നത്, സാമ്പത്തിക പുരോഗതിയില്ലാത്തത്, ശുശ്രൂഷയിൽ ഉയർച്ചയില്ലാത്തത്. നിങ്ങൾ ചോദിക്കുന്നു, എപ്പോൾ? ദൈവം പറയുന്നു, തക്ക സമയത്ത്. സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കാത്തിരിക്കുമ്പോൾ എന്തു ചെയ്യണം? 1. പരാതി പറയരുത്. ഇസ്രയേൽ ജനങ്ങൾ മരുഭൂമിയിൽ പരാതി പറഞ്ഞു. 40 ദിവസത്തെ യാത്ര 40 വർഷമായി. പരാതി വൈകിപ്പ് നീട്ടും. 2. വിശ്വസ്തത പുലർത്തുക. യോസേപ്പ് ജയിലിലും വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് ഉയർച്ച ലഭിച്ചത്. 3. പ്രാർത്ഥന തുടരുക. ഹന്ന വർഷങ്ങളോളം സന്താനമില്ല. അവൾ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ശമൂവേൽ ജനിച്ചു. 4. ദൈവത്തിൻ്റെ സമയം വിശ്വസിക്കുക. ഇശയ്യാ 40:31. കർത്താവിനെ പ്രതീക്ഷിക്കുന്നവർ ശക്തി പുതുക്കും. 5. താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവർ മുന്നേറുന്നത് കണ്ട് നിരാശപ്പെടരുത്. ഓരോരുത്തർക്കും വ്യത്യസ്ത സമയം. ദൈവം ഉയർത്തുമ്പോൾ പെട്ടെന്ന് വാതിലുകൾ തുറക്കും. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. തടസ്സങ്ങൾ നീങ്ങും. ദൈവിക വേഗത അനുഭവിക്കും. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കൈക്കീഴിൽ താഴ്മയോടെ ഇരിപ്പിൻ. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. ശ്രദ്ധിക്കുക, ദൈവം ഉയർത്തും, മനുഷ്യനല്ല. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, എൻ്റെ കുഞ്ഞെ, നീ വളരെ കാലമായി കാത്തിരിക്കുന്നു. നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടു. നീ ചോദിച്ച പ്രാർത്ഥനകൾ ഞാൻ കേട്ടു. നീ വിചാരിക്കുന്നു, എനിക്ക് വൈകി, എൻ്റെ അവസരം പോയി, എൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ സമയം ഇപ്പോൾ തുടങ്ങുന്നു. ഞാൻ നിന്നെ ഉയർത്തും. മറ്റുള്ളവർ അത്ഭുതപ്പെടും. വൈകിയ അനുഗ്രഹം ഇരട്ടിയായി വരും. നിന്റെ കാത്തിരിപ്പ് വെറുതെയല്ല. നിന്റെ വിശ്വാസം നഷ്ടപ്പെടില്ല. നിന്റെ കണ്ണീർ വെറുതെയാകില്ല. ഞാൻ നിന്നെ ഉയർത്തുന്നു. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ:
നിങ്ങളുടെ വൈകിപ്പുകൾ എഴുതിവെക്കുക. ഓരോന്നിനും പ്രാർത്ഥിക്കുക. പരാതി നിർത്തുക. നന്ദി പറയാൻ തുടങ്ങുക. ദൈവത്തിന്റെ സമയക്രമം വിശ്വസിക്കുക. പ്രതിദിനം പ്രഖ്യാപിക്കുക, എന്റെ സമയം വരുന്നു. കൈകളുയർത്തി പ്രഖ്യാപിക്കൂ, ദൈവത്തിന്റെ സമയം തികഞ്ഞതാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്റെ വൈകിപ്പ് അനുഗ്രഹമായി മാറുന്നു. ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. ഞാൻ പരാതി പറയുന്നില്ല. ദൈവം എന്നെ ഉയർത്തുന്നു. തക്ക സമയത്ത് ഞാൻ ഉയരും. എന്റെ അനുഗ്രഹം വൈകിയാലും നിശ്ചയം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. കാലത്തിന്റെ കർത്താവേ, ഈ സന്ദേശം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വൈകിയവരെ ഉയർത്തണമേ. നിരാശപ്പെട്ടവരെ പ്രോത്സാഹിപ്പിക്കണമേ. കാത്തിരിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ശരിയായ സമയത്ത് വാതിലുകൾ തുറക്കണമേ. അവസരങ്ങൾ വരണമേ. ഉയർച്ച ലഭിക്കണമേ. ഇന്നു മുതൽ കാത്തിരിപ്പ് വിശ്വാസമായി മാറട്ടെ. വൈക്കം അനുഗ്രഹമായി മാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, വൈകിയാലും ദൈവം ഒരിക്കലും വൈകുന്നില്ല. നിങ്ങളുടെ സമയം വരുന്നു. നിങ്ങളുടെ ഉയർച്ച വരുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഉറപ്പാണ്. ദൈവം നിങ്ങളെ ഉയർത്തുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു അനുഗ്രഹത്തോടെ.